അഞ്ചാമതായി സംഭവിക്കുന്ന കൂട്ട വംശനാശമാണ് ക്രിട്ടീഷ്യസ് ടെർഷ്യറി. മെസോസോയിക് കാലഘട്ടത്തിലെ ക്രിട്ടീഷ്യസ് എന്ന കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വംശനാശമായിരിക്കും ക്രിട്ടീഷ്യസ് ടെർഷ്യറി. അതിലാണ് നമ്മുടെ ദിനോസറുകൾ മുഴുവൻ ഇല്ലാതാവുന്നത്. ദിനോസറുകൾ മാത്രമല്ല, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏതാണ്ട് 75% ജീവജാലങ്ങളും ഈ ഒരു വംശനാശത്തോടുകൂടി ഇല്ലാതാവുകയായിരുന്നു. ഏതാണ്ട് 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ഒരു വംശനാശം സംഭവിക്കുന്നത്. ചിക്സിലബ് എന്ന ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചതിന്റെ ആഘാതത്തിലാണ് ഈ ഒരു വംശനാശം സംഭവിച്ചത് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. 6 മൈൽ വ്യാസമുള്ള ഈ ചിഹ്നഗ്രഹം അന്ന് ഭൂമിയിൽ പതിച്ചത് മണിക്കൂറിൽ ഏതാണ്ട് 50,000 മൈൽ വേഗതയിലാണ്. 100 മില്യൺ മെഗാടൺ TNT ശക്തിയുള്ള ഒരു വലിയ സ്ഫോടനമാണ് അന്ന് സംഭവിച്ചത്. ഇതിന്റെ ശക്തിയിൽ വലിയ അളവിൽ അവശിഷ്ടങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. പൊടിപടലങ്ങളും അവശിഷ്ടങ്ങളും സൂര്യപ്രകാശത്തെ തടഞ്ഞു. ഫോട്ടോസിന്തസിസ് പൂർണ്ണമായും നിലയ്ക്കുകയും അത് ഭക്ഷ്യശൃംഖലയെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്തു. താപനില വ്യതിയാനങ്ങൾ, സമുദ്രനിരപ്പ് ഉയരുകയോ കുറയുകയോ ചെയ്താൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഉൽക്കാപതനങ്ങൾ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ള വംശനാശങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ളത്. ഇതിൽ നിന്നും വ്യത്യസ്തമായവയോ അതല്ല എങ്കിൽ ഇത് തന്നെ സംഭവിക്കുകയോ ചെയ്താൽ എളുപ്പത്തിൽ ഇല്ലാതാകാവുന്ന ഒരു വംശം തന്നെയാണ് മനുഷ്യവംശം എന്ന ബോധമാണ് ഈ ഒരു ചരിത്രം നമുക്ക് നൽകുന്നത്.